ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പം ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? സ്റ്റാർ ഇൻ ദി ജാർ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൽ ബാക്കി പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാ കൂട്ടുകാരും റെഡി ആണല്ലോ? എല്ലാവരും പേജ് നമ്പർ 123 എടുക്കാം കേട്ടോ. 123 നോക്കിക്കേ മക്കളെ, നമുക്ക് ചാപ്റ്റർ വായിച്ച് നോക്കാം. മിസ് വായിക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റ് പുസ്തകം എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ ലൈനിൻ്റെ താഴെ മക്കൾ കൈവെക്കണം കേട്ടോ. നോക്കിക്കേ മക്കളെ, ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽ ലൈറ്റ്സ്. യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. ലെറ്റ്സ് വെയിറ്റ് ഹിയർ, Lucy said. They waited there for some time. ഓക്കെ മക്കളെ, എന്താണ് കൂട്ടുകാർക്ക് ഈ ഒരു പാസേജിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽ ലൈറ്റ്സ്. നമ്മുടെ ലക്കിയും അതുപോലെ തന്നെ നമ്മുടെ ലൂസിയും എന്ത് ചെയ്തു മക്കളെ? പ്രിപ്പയർഡ് എ മെസ്സേജ് യൂസിങ് കാൻഡിൽ ലൈറ്റ്സ്. അതായത് അവർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, ക്യാൻഡിൽ എടുത്ത് കാഞ്ഞിട്ട് അവരെന്ത് ചെയ്യാൻ പോവാണ്? ആ ഒരു മെസ്സേജ് ടെറസിൻ്റെ മുകളിൽ എഴുതാനായിട്ട് പോവുകയാണ് അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു? ആ കാൻഡിൽ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലക്കിയും ലൂസിയും എന്ത് ചെയ്തു? ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. എന്താണ് ആ മെസ്സേജ്? യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. വാട്ട് യു മീൻ ബൈ ഹിയർ? ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇവിടെ എന്നതാണ് അല്ലേ? എന്താണ്? ഇവിടെ എന്നതാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം എന്താണ് അതിനർത്ഥം? യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട് എന്ന് പറയാണല്ലേ. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. നമ്മുടെ ലക്കി ചോദിക്കുകയാണല്ലേ. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? അവർ നമ്മുടെ മെസ്സേജ് വായിക്കോ എന്ന് ചോദിച്ചു അല്ലേ. ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സാഡ്. ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ് മക്കളെ ഹിയർ? എന്താണ്? ഇവിടെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ദേ വെയിറ്റഡ് ദ ഫോർ സം ടൈം. അങ്ങനെ നമ്മുടെ ലക്കിയും ലൂസിയും എന്ത് ചെയ്തു? അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? നമ്മുടെ അവർ ഒരു മെസ്സേജ് അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ആ മെസ്സേജ് അവർ കാണുമോ എന്നുള്ളത് അറിയാനും അതിനെന്തെങ്കിലും റിപ്ലൈ തരുമോ എന്നൊക്കെ അറിയാനായിട്ട് അവരെന്ത് ചെയ്തു? ടെറസിൻ്റെ മുകളിൽ തന്നെ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തു. ഓക്കെ മക്കളെ, വിൽ ദി സ്റ്റാർസ് റീഡ് ദി മെസ്സേജ്? നമ്മുടെ നക്ഷത്രങ്ങൾ ഇവർ എഴുതിയിട്ടുള്ള ഈ ഒരു മെസ്സേജ് വായിക്കുമോ മക്കളെ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് നോക്കാം അല്ലേ, അടുത്ത ഭാഗത്തോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ 14th ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം അല്ലേ? നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 14. The stars send a reply to the children. Color the stars with the dots at the center. You will get the message. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? The stars send a reply to the children. നമ്മുടെ കുട്ടികൾ അവർക്ക് നമ്മുടെ സ്റ്റാർസിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എഴുതിയിട്ടില്ലായിരുന്നോ? അത് കണ്ടിട്ട് നമ്മുടെ സ്റ്റാർസ് അല്ലേ, നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു? കുട്ടികൾക്ക് തിരിച്ചൊരു റിപ്ലൈ അയച്ചു, ഒരു മറുപടി അയച്ചു. കളർ ദി സ്റ്റാർസ് വിത്ത് ഡോട്ട്സ് അറ്റ് ദി സെൻറ്റർ. ആ മെസ്സേജ് എന്താണെന്ന് അറിയണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? കളർ ദി സ്റ്റാർസ് വിത്ത് ഡോട്ട്സ് അറ്റ് ദി സെൻറ്റർ. താഴെ മക്കൾക്ക് പിക്ചറിൽ ഒരുപാട് സ്റ്റാർസ് തന്നിട്ടുണ്ടല്ലോ. അതിൽ ചില സ്റ്റാറുകൾ നോക്കിക്കുക മക്കളെ, സെൻറ്ററിൽ എന്തുണ്ട്? ഇങ്ങനെ ഡോട്ട് ഉണ്ട് അല്ലേ, അതായത് കുത്തുള്ള സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർസിന് മാത്രം മക്കൾ എന്ത് ചെയ്യുക? കളർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി മെസ്സേജ്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാർസ് അയച്ചിട്ടുള്ള ആ റിപ്ലൈ എന്താണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കാം. ആ മെസ്സേജ് എന്താ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് ആ തന്നിട്ടുള്ള ആക്ടിവിറ്റിയിൽ കുറേ നക്ഷത്രങ്ങൾ കാണാം. അതിൽ ചില നക്ഷത്രങ്ങളിൽ മാത്രം എന്തുണ്ട്? സെൻറ്ററിൽ ഡോട്ട് ഉണ്ട് അല്ലേ. ആ നക്ഷത്രത്തിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? കളർ ചെയ്ത് നോക്കാം. നക്ഷത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെല്ലോ കളർ കൊടുക്കാം അല്ലേ. സ്റ്റാർസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യെല്ലോ കളർ സെലക്ട് ചെയ്യാം അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഇവിടെയൊക്കെ എന്തുണ്ട്?
ഡോട്ടഡ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യാം. മക്കൾ നല്ല ഭംഗിയിൽ ആ സ്റ്റാറിൻ്റെ ഷേപ്പിൽ എന്ത് ചെയ്യുക, കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ മക്കളെ. ഓക്കെ, എന്ത് കിട്ടി നമുക്ക്? ജി എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ലെറ്റർ നോക്കിക്കേ, ഏതാണ് മക്കൾ? അവിടെ കളറായിട്ട് ചെയ്താൽ മതി കേട്ടോ. മിസ് ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ എഴുതാണ്. ഓ കിട്ടി. അടുത്തതാ ഇവിടെ ഒരു 3 സ്റ്റാർ ഉണ്ട്, താഴേക്ക് ഒരു 3 സ്റ്റാർ ഉണ്ട് അല്ലേ. അത് 3ഉം കളർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗോട്ട് എന്നുള്ള വേർഡ് കിട്ടും അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, ഇവിടേക്ക് 3 സ്റ്റാർ, താഴേക്ക് 3 സ്റ്റാർ അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ടി കിട്ടി. ഇനി ഇവിടെ 4 സ്റ്റാർ ഉണ്ട്, ഇങ്ങനെ 3 സ്റ്റാർ, താഴേക്ക് 4 സ്റ്റാർ അല്ലേ. എന്താണ് കിട്ടിയിട്ടുള്ളത്? എച്ച് കിട്ടി. ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ 3 സ്റ്റാർ, ഇവിടെ 3 സ്റ്റാർ, ഇവിടെ 3 സ്റ്റാർ, ഇവിടെ. അപ്പം എന്ത് കിട്ടി? ദ അല്ലേ, ഗോഡ് ദ. അടുത്ത നോക്കിക്കേ മക്കളെ, ഈ ഒരു വരിയിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ എം എന്നാണ് കിട്ടുക. അടുത്ത നോക്കൂ, ഇ, ഇത് എസ്, എസ്, എ, ജി, ഇ. എന്താണ് മക്കളെ വായിക്കുക? മെസ്സേജ്. ഗോട്ട് ദി മെസ്സേജ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഞങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടിയില്ലേ. സ്റ്റാർസ് എന്താണ് ഇവർക്ക് റിപ്ലൈ അയച്ചത്? ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി എന്നാണ് അയച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ഭാഗം നോക്കിക്കേ. ലെറ്റ്സ് റീഡ്. നമുക്ക് സ്റ്റോറി ബാക്കി വായിക്കാം കേട്ടോ. They heard a crackling sound from the sky. They heard a crackling sound from the sky. Something was coming down like a string of lights. The stars in the sky came down as a glittering chain. എന്താണ് മക്കളെ പിന്നീട് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കേ. ദേ ഹിയർഡ് എ ക്രാക്ലിംഗ് സൗണ്ട് ഫ്രം ദി സ്കൈ അല്ലേ. അവരെന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് ഒരു ക്രാക്ലിംഗ് സൗണ്ട് കേട്ടു അല്ലേ. സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ് അല്ലേ. എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് വരുന്നുണ്ട് അല്ലേ. എന്തുപോലെയാണ്? ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ് അല്ലേ. സ്ട്രിങ് ഓഫ് ലൈറ്റ് പോലെ എന്തോ ഒന്ന് താഴേക്ക് വരുന്നുണ്ട് അല്ലേ. ദ സ്റ്റാർസ് ഇൻ ദി സ്കൈ കെയിം ഡൗൺ ആസ് എ ഗ്ലിറ്ററിങ് ചെയിൻ അല്ലേ. നമ്മുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മക്കളെ. ഒരു ഗ്ലിറ്ററിങ് ചെയിനെ പോലെ കൂട്ടുകാർക്ക് അവിടെ പിക്ചറിൽ കാണാം അല്ലേ. അപ്പം അതുപോലെ അവ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാട്ട് വിൽ ദി സ്റ്റാർസ് ഡു? ആ സ്റ്റാർസ് എന്താണ് മക്കളെ ചെയ്യുക? നമ്മുടെ അവിടെ വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു ലക്കിയുടെ അടുത്തുള്ള ലിറ്റിൽ സ്റ്റാറിനെയും കൂട്ടിയിട്ട് അവർ തിരിച്ചു പോവോ മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. അടുത്ത ഭാഗം നോക്കിക്കേ. പേജ് നമ്പർ 125 ആണ്. ലക്കി ഹെൽഡ് ദി ജാർ അപ്പ്. The chain of stars lifted the little jar gently. Then they went back to the sky. The children gazed at the string of stars in surprise. എന്താണ് മക്കളെ സംഭവിച്ചത്? ലക്കി എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റാർസ് എല്ലാം വന്നത് കണ്ടപ്പം ലക്കി ഹെൽഡ് ദി ജാർ അപ്പ് അല്ലേ. അവൻ എന്ത് ചെയ്തു? ആ ജാർ എന്ത് ചെയ്തു? കുറച്ച് ഉയർത്തി അങ്ങ് പിടിച്ചു അല്ലേ. ദ ചെയിൻ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ദി ലിറ്റിൽ സ്റ്റാർ ജെന്റ്ലി അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു ചെയിനായിട്ട് വന്നിട്ടുള്ള സ്റ്റാർസ് എന്ത് ചെയ്തു മക്കളെ? നമ്മുടെ ലിറ്റിൽ സ്റ്റാറിനെയും ഉയർത്തി കൊണ്ടുപോയി അല്ലേ. ദെൻ ദേ വെൻറ്റ് ബാക്ക് ടു ദി സ്കൈ. അവരെന്ത് ചെയ്തു? ആകാശത്തിലോട്ട് തിരിച്ചു പോയി. ചിൽഡ്രൻ ഗാസ്ഡ് അറ്റ് ദി സ്ട്രിങ് ഓഫ് സ്റ്റാർസ് ഇൻ സർപ്രൈസ് അല്ലേ. കുട്ടികൾ ഇല്ലേ, നമ്മുടെ ലക്കിയും അതുപോലെ തന്നെ ലൂസിയൊക്കെ എന്ത് ചെയ്യാണ്? അത്ഭുതത്തോട് കൂടിയിട്ട് അതങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, വിൽ ലക്കി ബി ഹാപ്പി ഓർ സാഡ്? നമ്മുടെ ലക്കി ഇപ്പോൾ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയായിരിക്കും മക്കളെ? അവന് ഹാപ്പി ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? അവൻ ഒരുപാടായി ഈ ഒരു സ്റ്റാറിൻ്റെ ഓണർ ആരാണ് എന്നുള്ളത് തിരഞ്ഞു നടക്കുന്നത് അല്ലേ. എവിടെ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ആരുടേതാണ് എന്നുള്ളത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സമയം തിരഞ്ഞു നടക്കുന്നത് അല്ലേ. അവസാനം എന്ത് സംഭവിച്ചു മക്കളെ? നമ്മുടെ ലിറ്റിൽ സ്റ്റാറിനെ കൊണ്ടുപോകാനായിട്ട് ആകാശത്ത് നിന്ന് മറ്റ് നക്ഷത്രങ്ങളെല്ലാം വന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുപോവാണ് ചെയ്തത് അല്ലേ. ആ സമയത്ത് നമ്മുടെ ലക്കി തീർച്ചയായിട്ടും എന്തായിരിക്കും മക്കളെ? ഹാപ്പി ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ആക്ടിവിറ്റി 15 അവിടെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. 15ാമത്തെ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നോക്കിക്കേ മകളെ. Lucky sent a message to his friend Abhi about the star. വാട്ട് വുഡ് ലക്കി റൈറ്റ് ഓൺ മൊബൈൽ ഫോൺ? അതായത് നമ്മുടെ ലക്കി എന്ത് ചെയ്യാണ്? അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള അബിക്ക് ആ ഒരു സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്കി അവൻ്റെ മൊബൈൽ ഫോണിൽ എഴുതാനായിട്ട് സാധ്യതയുള്ള മെസ്സേജ് എന്താ എന്നതാണ് കൂട്ടുകാരടുത്ത് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ. ഇറ്റ് വാസ് നോട്ട് എ ടോയ്
ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ അല്ലേ, അതൊരു ടോയ് സ്റ്റാർ അല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ആ ഒരു മെസ്സേജിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൽ എന്ത് ഉൾപ്പെടുത്താം മക്കളെ, നോക്കിക്കേ. ഇറ്റ് വാസ് എ റിയൽ സ്റ്റാർ. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദി ഗാർഡൻ. ഇറ്റ് വാസ് വെരി ബ്രൈറ്റ്. യെസ്റ്റർഡേ ഐ സോ എ മെസ്സേജ് ഇൻ ദി സ്കൈ. It was lost a little star. So my sister Lucy and I went up on the terrace to bring the star back to the sky, lit candles and made a message. Then the stars came down from the sky like a chain and took our little star back. The stars in the sky thanked us. All the stars twinkled together. We were very happy. നോക്കിക്കേ മക്കളെ, സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ആ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മക്കൾക്ക് അങ്ങനെയും എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്യുകയാണ് കേട്ടോ മക്കളെ. നമ്മുടെ എക്സാം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് വേഗം ഈ ഒരു പോർഷൻസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കൂട്ടുകാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം ബാച്ചിലോട്ട് മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, നമുക്ക് വായിക്കാനായിട്ട് അവിടെ സ്റ്റോറി തന്നിട്ടുണ്ട്. നോക്കൂ. ഫൈനലി വി ഫൗണ്ട് ദി ഓണർ ഓഫ് ദി ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. ദെൻ എ മെസ്സേജ് അപ്പിയർഡ് ഇൻ ദി സ്കൈ. താങ്ക് യു ഫ്രണ്ട്സ്. ഓൾ ദി സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. ദ ചിൽഡ്രൻസ് ഐസ് ആർ ഗ്ലിറ്റേർഡ് ലൈക്ക് സ്റ്റാർസ്. എന്താണ് മക്കളെ, ഫൈനലി വി ഫൗണ്ട് ദി ഓണർ ഓഫ് ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി അല്ലേ. ലക്കി എന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് പറയാണ്, അവസാനം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ട്രഷറിൻ്റെ ഓണറെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു അല്ലേ. ദെൻ എ മെസ്സേജ് അപ്പിയർഡ് ഇൻ ദി സ്കൈ അല്ലേ. ആ സമയത്താണ് ആകാശത്ത് എന്ത് വന്നത് മക്കളെ, ഒരു മെസ്സേജ് വന്നതില്ലേ. എന്താണ്, താങ്ക് യു ഫ്രണ്ട്സ് എന്നുള്ള മെസ്സേജ് അല്ലേ. ഓൾ ദി സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. എല്ലാ നക്ഷത്രങ്ങളും എന്ത് ചെയ്തു, ഒന്നിച്ച് തിളങ്ങാനായിട്ട് തുടങ്ങി. ദ ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിറ്റേർഡ് ലൈക്ക് സ്റ്റാർസ് അല്ലേ. കുട്ടികളുടെ കണ്ണുകളും എന്തുപോലെയായിരുന്നു മക്കളെ തിളങ്ങിയത്, നക്ഷത്രത്തെ പോലെയായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലെ 2 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആക്ടിവിറ്റി 16 കേട്ടോ. നോക്കിക്കേ. റീഡ് ദി സെൻറ്റൻസ് ആൻഡ് ഡ്രോ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദി ബോക്സസ്. അതായത് താഴെയുള്ള ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതിന് മാച്ച് ആവുന്ന സ്യൂട്ടബിൾ ആവുന്ന ഇമോജി ഏതാ എന്നുള്ളത് താഴെ നിന്ന് സെലക്ട് ചെയ്ത് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓരോ സെൻറ്റൻസ് ആയിട്ട് ആദ്യം നോക്കാം. ഹോ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ലക്കി ആസ്ക്ഡ് ഇൻ സർപ്രൈസ് അല്ലേ. ലക്കി എന്ത് പറയാണ്, ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ലക്കി ആസ്ക്ഡ് ഇൻ സർപ്രൈസ് അല്ലേ. അത് നമുക്ക് ഏതിൽ കൊടുക്കാം, സർപ്രൈസ് എന്നുള്ളതിൽ നമുക്ക് ഇത് കൊടുക്കാം അല്ലേ. ഈ ഒരു ഇമോജി എന്ത് ചെയ്യാം, നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. ദെൻ സെക്കൻഡ് വൺ നോക്കിക്കേ. ബട്ട് ദി സ്റ്റാർ ഡിഡിൻറ്റ് മൂവ്, ലക്കി ഫെൽറ്റ് സാഡ് അല്ലേ. സാഡ് എന്ന് പറയുമ്പോൾ അല്ലേ, സാഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇമോജി കൊടുക്കാം, ഈ ഒരു ഇമോജി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഫൈനലി വി ഫൗണ്ട് ദി ഓണർ ഓഫ് ദി ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി അല്ലേ. നമ്മുടെ ലക്കി വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ, ഹൗ ഡിഡ് ഇറ്റ് കെയിം ഹിയർ, ലക്കി വാസ് കൺഫ്യൂസ്ഡ് അല്ലേ. ലക്കിന് കൺഫ്യൂസായി നിൽക്കുകയാണല്ലേ, അതൊരു ശരിക്കും സ്റ്റാർ ആണോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്. അതിൻ്റെ ഒരു ഇമോജി ഏതാണ് മക്കളെ, ഇതാണ് അല്ലേ. അപ്പം ഇത്തരത്തിൽ കൂട്ടുകാർക്ക് ഇതെങ്ങനെ മിസ് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 17 നോക്കിക്കേ മക്കളെ. ഹൂ സേസ് ദീസ് ഡയലോഗ്, നെയിം ദി സ്പീക്കർ. അതായത് നമുക്ക് നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട്, അത് പറഞ്ഞത് ആരാ എന്നുള്ള പേര് തൊട്ടടുത്തുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഐ ഫ്ലൈ ഇൻ ദി സ്കൈ ബട്ട് ഐ ഹാവ് നോ വിങ്സ് അല്ലേ. ഞാൻ എന്ത് ചെയ്യും, ആകാശത്തിലൂടെ പറക്കും, പക്ഷേ എനിക്ക് ചിറകുകളില്ല. എന്താണ് മക്കളെ, നമ്മുടെ സ്റ്റോറിയിലുള്ളതാണ്. എന്താണ്, യെസ് ക്ലൗഡ് ആണല്ലേ. എന്താണ്, ക്ലൗഡാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ, യു സീ അസ് ഓൺലി അറ്റ് നൈറ്റ് അല്ലേ. ഞങ്ങൾ എന്ത് ചെയ്യും, ട്വിങ്കിൾ ചെയ്യില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, തിളങ്ങും, അതുപോലെ തന്നെ ഞങ്ങൾ ചിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ രാത്രിയാണ് കാണാൻ പറ്റുന്നത്. ആരാണ് മക്കളെ, യെസ് സ്റ്റാർ ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഐ ആം റൗണ്ട് ബട്ട് നോട്ട് ആൾവേസ്, ഐ ഗിവ് യു ലൈറ്റ്, ഐ ആം നോട്ട് ദി സൺ.
ഞാൻ എന്താണ് റൗണ്ടാണ്, പക്ഷെ എപ്പോഴും ഞാൻ റൗണ്ട് അല്ല അല്ലേ. ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തരും, പക്ഷെ ഞാനൊരു സണ്ണല്ല. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? യെസ്, മൂണാണ് ആൻസർ വരുന്നത് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സിംഗ്. നമുക്ക് അവിടെ വായിക്കാനായിട്ട് ചെറിയൊരു പോയം തന്നിട്ടുണ്ട്. സ്റ്റാറി നൈറ്റ്. It was a cute little star in the sky. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance my dear. അല്ലേ, നമ്മുടെ ലിറ്റിൽ സ്റ്റാർ പറയുന്ന രീതിയിലുള്ള ഒരു പോയമാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താണ് അവൻ പറയുന്നത്? ഐ വാസ് ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദി സ്കൈ അല്ലേ. ഞാൻ ആകാശത്തുള്ള ഒരു ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ആണ്. ഐ വാസ് ഹാപ്പി ദർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ് അല്ലേ. ഞാൻ അവിടെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എനിക്ക് നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, നന്നായിട്ട് തിളങ്ങിയിരുന്നു എന്നൊക്കെ പറയാണ് അല്ലേ. പിന്നെ എന്ത് ചെയ്തു? ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദി സ്കൈ. ഞാനൊരു ദിവസം എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രി ആകാശത്തിൽ നിന്ന് താഴേക്ക് വീണു. ഹോ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ് അല്ലേ. ആ സമയത്ത് എനിക്ക് എന്തായി? എൻ്റെ ലൈറ്റ് എല്ലാം നഷ്ടമായി. നൗ ഐ റെസ്റ്റ് ഓൺ ദി ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പം ഞാൻ എവിടെയാണ്? ആ ഗ്രൗണ്ടിലാണുള്ളത് അല്ലേ, നിലത്താണുള്ളത്. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ അല്ലേ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റാറി സ്കൈ ഇപ്പം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ഹോ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. എന്നിട്ട് ആകാശത്തോട് പറയണം, എന്നെ വേഗം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോ എന്ന് പറയാണ് അല്ലേ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് തിളങ്ങണം, എനിക്ക് ഡാൻസ് ചെയ്യണം എന്നൊക്കെ സ്കൈയോട് ആര് പറയാണ്? നമ്മുടെ ലിറ്റിൽ സ്റ്റാർ പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. നോക്കിക്കേ, ആഡ് മോർ ലൈൻസ് ടു ദി സോങ് ആണ്. നോക്കിക്കേ, അവിടെ നമ്മളിപ്പം പാടിയിട്ടുള്ള സോങ് ആണ്. അതിലേക്ക് മക്കളടുത്ത് എന്ത് ചെയ്യാനാണ്? കുറച്ചുകൂടി വരി അവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈനാണ് മക്കളടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഐ വാസ് ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദി സ്കൈ. ഐ വാസ് ഹാപ്പി ദർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദി സ്കൈ. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance my dear. Now I rest on the ground so soft and cool. Still I miss my starry sky. ഹോ ഡിയർ സ്കൈ, ഐ വാണ്ട് ടു റിട്ടേൺ ടു യു അല്ലേ. അങ്ങനെ മക്കൾക്ക് ചേർക്കാട്ടെ. എന്താണത് പറയുന്നത് മക്കളെ? ആകാശമേ, എനിക്ക് എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു റിട്ടേൺ ടു യു. എനിക്ക് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം അല്ലേ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എന്നിട്ട് എനിക്ക് നന്നായിട്ട് തിളങ്ങിയും ഡാൻസ് ചെയ്യുകയൊക്കെ വേണം എന്നുള്ള രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ ലൈൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഹൂ സാഡ് ദി ഫോളോയിങ് ഡയലോഗ്സ്. റൈറ്റ് ദി സ്പീക്കേഴ്സ് നെയിം ഇൻ ദി ബോക്സസ്. അത് മക്കൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോറി നന്നായിട്ട് വായിച്ചു നോക്കണം. നമ്മുടെ സ്റ്റോറിയിലുള്ള ഡയലോഗ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ആരാണ് പറഞ്ഞത്? ലൂസിയാണോ, ലക്കിയാണോ, മിലിയാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ട് അതിന് നേരെ എഴുതാനായിട്ടാണ്. അപ്പോൾ മക്കളത് എഴുതണമെന്നില്ല. ഓരോ ഡയലോഗ് വായിച്ചിട്ട് അത് ആരാ പറഞ്ഞത് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്താൽ മതി? ലൗഡായിട്ടൊന്ന് പറഞ്ഞാൽ മതി. മിസ് എന്ത് ചെയ്യാം? ഡയലോഗ്സ് ഒന്ന് വായിച്ചു തരാം. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ എന്നതാണ് ആദ്യത്തെ ഡയലോഗ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ അല്ലേ. ഇതൊരു ടോയ് സ്റ്റാർ ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ഗാർഡൻ. ഈസ് ഇറ്റ് യുവേഴ്സ്? നീ ഇത് നോക്ക്, ഞങ്ങൾ ഇത് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നിൻ്റേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ. അത് എൻ്റേതല്ല എന്ന് പറയുന്നുണ്ട്. ഹോ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. അത് മക്കൾ നോക്കുക ആരതായിരിക്കും അല്ലേ. യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ് എന്ന് പറയുന്നത് ആര് പറയുന്ന ഡയലോഗാണ്. ദെൻ ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു ടു റീച്ച് ദി സ്കൈ അല്ലേ. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ആകാശത്തെത്തിക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സ്റ്റാർസ് ആർ ഫാർ എവേ ഫ്രം us അല്ലേ. നമ്മളിൽ നിന്ന് നക്ഷത്രങ്ങൾ ഒരുപാട് ദൂരെയാണ്. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആരൊക്കെയായിരുന്നു മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചില ഡയലോഗൊക്കെ കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ ഒന്നുകൂടി വായിച്ച് നോക്കുക. എന്നിട്ട് ഈ ഓരോ ഡയലോഗും ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ.
ഓക്കെ മക്കളെ, നിങ്ങൾക്ക് വായിക്കാനായിട്ട് അവിടെ ഒരു കുഞ്ഞു സ്റ്റോറി തന്നിട്ടുണ്ട്. നോക്കിക്കേ, ദ ഫ്രണ്ട്സ് ഫ്രം മാർസ് എന്നതാണ് അല്ലേ, ദ ഫ്രണ്ട്സ് ഫ്രം മാർസ് എന്നുള്ളതാണ്. ഓക്കെ മക്കളെ, നമുക്ക് വായിച്ചു നോക്കാം. നോക്കിക്കേ മക്കളെ, ദ ഫ്രണ്ട് ഫ്രം മാർസ് എന്നുള്ളതാണ് കൂട്ടുകാർക്ക് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ചെറിയൊരു സ്റ്റോറി കേട്ടോ. നോക്കിക്കേ മക്കളെ, അതായത് നമ്മുടെ ചൊവ്വയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജീവി അഥവാ അന്യഗ്രഹ ജീവി എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നോക്കിക്കേ മക്കളെ, അപ്പോൾ കൂട്ടുകാർക്ക് അവിടെ പിക്ചറിൽ ഒരു മങ്കിയും അതുപോലെ തന്നെ ഒരു റാബിറ്റിനെയും ഒക്കെ കാണാം അല്ലേ. പെട്ടെന്നാണ് അവരെന്ത് ചെയ്തത്, സൂം എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ടത് അല്ലേ. അപ്പോൾ മങ്കി എന്ത് ചോദിക്കുന്നുണ്ട്, വാട്ട്സ് ദാറ്റ് സൗണ്ട്, എന്താണ് ആ ഒരു ശബ്ദം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റാബിറ്റ് പറയാനല്ലോ, സംതിങ് ഈസ് കമ്മിങ് ഡൗൺ, നോക്ക് എന്തോ ഒരു സാധനം താഴേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നോക്കിക്കേ മക്കളെ, ആൻഡ് ഈഗിൾ ഫെൽ ഡൗൺ, ഇറ്റ്സ് വിങ് വർ ബേൺഡ്, ദ മങ്കി ആൻഡ് ദി റാബിറ്റ് റഷ്ഡ് ടു ദി ഈഗിൾ. എന്താണ് മക്കളെ സംഭവിച്ചത്, പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു ഈഗിൾ താഴേക്ക് വീണു അല്ലേ. അതിൻ്റെ വിങ്സിലൊക്കെ എന്ത് പറ്റിയിട്ടുണ്ട്, മുറി പറ്റിയിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മങ്കിയും റാബിറ്റ് എന്ത് ചെയ്തു, വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടി അല്ലേ. എന്നിട്ട് അവളോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു അല്ലേ. എ ബിഗ് ബേർഡ് ഈസ് ദർ ഇൻ ദി സ്കൈ, ഫയർ കെയിം ഔട്ട് ഫ്രം ഇറ്റ്സ് മൗത്ത്, ഇറ്റ് ബേൺഡ് മൈ വിങ്സ് അല്ലേ. ഒരു വലിയൊരു ബേർഡ് ഉണ്ട് എന്ത് ആകാശത്ത്, അതിൽ നിന്ന് അതിൻ്റെ വായിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്, ഫയർ ഇല്ലേ, തീ വരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്തത്, ഇറ്റ് ബേൺഡ് മൈ വിങ്സ് ഇല്ലേ, എൻ്റെ വിങ്സ്, എൻ്റെ ചിറകുകളൊക്കെ പൊള്ളിച്ചത് ആരാണ്, അതാണ് എന്ന് പറഞ്ഞില്ല. ആ ഒരു വലിയ ബേർഡാണ്, ആകാശത്തുള്ള വായിൽ നിന്ന് ഫയർ ഇല്ലേ, തീയൊക്കെ വരുന്ന ആ ഒരു വലിയ ബേർഡാണ് എന്നിങ്ങനെ ചെയ്തത് എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഈഗിൾ പറഞ്ഞു അല്ലേ. നോക്കിക്കേ മക്കളെ, വീണ്ടും ആ ഒരു ശബ്ദം വരികയാണ് അല്ലേ, ആ ഒരു സൂം എന്നുള്ള ശബ്ദം ഇവിടെ അടുത്തേക്ക് അങ്ങനെ വരികയാണ് അല്ലേ. അപ്പോൾ അവരെന്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ, റൺ റൺ അല്ലേ. അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഓടിക്കോ ഓടിക്കോ എന്ന് പറയുകയാണല്ലേ. ദ റാബിറ്റ് ഹോപ്പ്ഡ് ഓവർ ദി ഗ്രാസ്, ദ മങ്കി ക്ലൈംബ്ഡ് അപ്പ് എ ബിഗ് ട്രീ അല്ലേ. റാബിറ്റ് എന്ത് ചെയ്തു, ഹോപ്പ്ഡ് ഓവർ ഗ്രാസ് അല്ലേ, പുല്ലിൻ്റെ മേലെ കൂടെയൊക്കെ ചാടി പോവാണ്. മങ്കി എന്ത് ചെയ്തു, ക്ലൈംബ്ഡ് അപ്പ് എ ബിഗ് ട്രീ അല്ലേ, മങ്കി ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറാണ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എ ബിഗ് സ്പേസ്ഷിപ്പ് ലാൻഡഡ് ഓൺ ദി ഗ്രൗണ്ട്, its door opened. A cute green alien with big eyes jumped out. It went near the eagle. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്, എ ബിഗ് സ്പേസ് ലാൻഡഡ് ഓൺ ദി ഗ്രൗണ്ട് അല്ലേ. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എന്ത് വന്നു, ഒരു വലിയൊരു സ്പേസ് ഷിപ്പ് വന്നു അല്ലേ. ഇറ്റ്സ് ഡോർ ഓപ്പൺഡ്, ആ ഒരു സ്പേസ് ഷിപ്പ് നമ്മുടെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ആര് വന്നു മക്കളെ, എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ അല്ലേ, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളർ ഏലിയൻ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. വിത്ത് ബിഗ് ഐസ് ജംപ്ഡ് ഔട്ട് അല്ലേ, പുറത്തേക്ക് ചാടിയിട്ടുള്ള രണ്ട് വലിയ കണ്ണുകളായിട്ട് എന്ത് ചെയ്തു, അത് പുറത്തേക്ക് വന്നു അല്ലേ. ഇറ്റ് വെൻ നിയർ ദി ഈഗിൾ, അത് എവിടേക്ക് പോയി, എന്നിട്ട് നമ്മുടെ ഈഗിളിൻ്റെ അടുത്തേക്ക് പോയില്ലേ. ദ ഏലിയൻ ഹാഡ് എ വാച്ച് ഓൺ ഇറ്റ്സ് റിസ്റ്റ്, ഇറ്റ് ടച്ച്ഡ് ദി വാച്ച്, എ ബ്ലൂ ബീം ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഈഗിൾ. ഏലിയൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു മക്കളെ, ആ ഒരു വാച്ച് ഉണ്ടായിരുന്നില്ലേ. കൂട്ടുകാർക്ക് അത് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും. അവൻ എന്ത് ചെയ്തു, ആ വാച്ചിൽ ടച്ച് ചെയ്ത സമയത്ത് അതിൽ നിന്നൊരു ബ്ലൂ കളർ ബീം എന്ത് ചെയ്തു അല്ലേ, ഒരു ലൈറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഈഗിളിൻ്റെ മേലേക്ക് വീണിട്ടുണ്ടായിരുന്നു അല്ലേ. വാട്ട് എ സർപ്രൈസ്, ദ ഈഗിൾസ് വിങ്സ് ഗോട്ട് ഹീൽഡ്, ന്യൂ ഫെതേഴ്സ് അപ്പിയേർഡ് ഓൺ ഇറ്റ്സ് വിങ്സ് അല്ലേ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു മക്കളെ, അവന് ആ ഒരു വാച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് കൊണ്ടിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈഗിളിൻ്റെ ചിറകിലുണ്ടായിട്ടുള്ള ആ മുറിവെല്ലാം മാറിയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് പുതിയ തൂവലുകളൊക്കെ വന്നു അല്ലേ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന റാബിറ്റും മങ്കിയൊക്കെ എന്ത് പറയുന്നുണ്ട്, ഓ വാട്ട് എ മാജിക്, യെസ് ഇറ്റ് ഈസ് അമേസിങ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ദ റാബിറ്റ്, ദ ഈഗിൾ ആൻഡ് ദി മങ്കി വെൻ നിയർ ദി സ്പേസ് ഷിപ്പ് അല്ലേ. അപ്പം നമ്മുടെ റാബിറ്റും ഈഗിളും മങ്കിയൊക്കെ എവിടേക്ക് പോയി മക്കളെ, സ്പേസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. എന്നിട്ട് അവളോട് എന്ത് പറയാണ്, ഹേ ഫ്രണ്ട്സ്, ഐ ആം സോഗ്, ഐ ആം ഫ്രം മാർസ്. അപ്പം നമ്മുടെ ഏലിയൻ അവനെ പരിചയപ്പെടുത്താണ് അല്ലേ, ഞാൻ എവിടെ നിന്ന് വരികയാണ്, മാർസിൽ നിന്ന് വരികയാണ് അല്ലേ. അപ്പം നമ്മുടെ മങ്കി ചോദിക്കണം, വൈ ആർ യു ഹിയർ, നീ എന്താണ് ഇവിടെ എന്ന് നമ്മുടെ ഏലിയൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ലേ. Zog pressed his watch. A picture popped up in the air. Do you know him? Zog asked. This is Lucky, our friend, said the monkey. I have a gift for him. It's from a little star, said Zog. എന്താണ് മക്കളെ പറഞ്ഞത്, നമ്മുടെ മങ്കി ചോദിച്ചില്ലേ നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ എലിയൻ എന്ത് ചെയ്തു, സോഗ് എന്ത് ചെയ്തു, അവൻ്റെ വാച്ച് പ്രസ് ചെയ്ത സമയത്ത് ആ എയറിൽ എന്ത് വന്നു മക്കളെ, ഒരു പിക്ചർ വന്നു അല്ലേ. അത് ആരുടെ പിക്ചറാണ്,
അവിടെ ലക്കിയുടെ പിക്ചറാണല്ലേ. എന്നിട്ട് നമ്മുടെ സോഗ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, മങ്കി എന്ത് പറഞ്ഞു, ദിസ് ഈസ് ലക്കി അവർ ഫ്രണ്ട് അല്ലേ, ഇത് ലക്കിയാണ്, ഞങ്ങളുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സോഗ് എന്ത് പറയാണ്, ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഹിം, ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ. ഞാൻ അവനൊരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. ആര് തന്നതാണ്, ലിറ്റിൽ സ്റ്റാർ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നതെന്ന് ആര് പറയാണ്, നമ്മുടെ സോഗ് പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഭാഗം നോക്കിക്കേ. Zog pressed his watch again. Another picture popped up. Lucky is on the riverside. Come, let's go there, said the eagle. ഓക്കെ മക്കളെ, നമ്മുടെ സോഗ് എന്ത് ചെയ്തു, വീണ്ടും വാച്ച് പ്രസ് ചെയ്ത സമയത്ത് മറ്റൊരു പിക്ചർ കൂടി അവിടെ കണ്ടൂലേ. എന്താണ്, ലക്കി എവിടെ ഇരിക്കുന്നതായിട്ട്, യെസ്, ഒരു റിവർ സൈഡിൽ ഇരിക്കുന്നതായിട്ട് എന്ത് ചെയ്തു, അവിടെ കാണിച്ചു പിക്ചറിൽ. ലെറ്റ്സ് ഗോ ദ സെഡ് ദി ഈഗിൾ. അത് കണ്ടപ്പോൾ ഈഗിൾ പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് പോവാമെന്ന് പറഞ്ഞു അല്ലേ. ലക്കി വാസ് ഫിഷിംഗ് ഇൻ ദി റിവർ. ഹേ ലക്കി, ഐ ആം സോഗ് ഫ്രം മാർസ്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. സോഗ് ഹാൻഡഡ് ഓവർ എ ബോക്സ് ടു ലക്കി. അപ്പം നമ്മുടെ സോഗ് എന്ത് പറയാണ്, ഞാൻ മാർസിൽ നിന്ന് വരികയാണ്, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എലിയൻ എന്ത് ചെയ്തു, സോഗ് എന്ത് ചെയ്തു, ആ ഗിഫ്റ്റ് നമ്മുടെ ലക്കിക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് അത് പിക്ചറിൽ കാണാനായിട്ട് കഴിയും. ഓക്കെ മക്കളെ, സോഗ് ലുക്ക്ഡ് അറ്റ് ദി റിവർ. എന്നിട്ട് എന്ത് ചെയ്തു, അവന് റിവറിലോട്ട് നോക്കി നിൽക്കുകയാണ്. വാട്ട് ഈസ് ദിസ്, ഇറ്റ്സ് എ റിവർ, കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ. നമ്മുടെ സോഗ് അത് കണ്ട സമയത്ത് അവൻ ചോദിക്കുകയാണ്, ഇതെന്താണ് എന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ ലക്കി പറയാണ്, ഇറ്റ് ഈസ് എ റിവർ, ഇതൊരു റിവറാണ്, കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ, നീ വാ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞു അല്ലേ. സോഗ് ഡിപ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദി വാട്ടർ. ആ സമയത്ത് നമ്മുടെ സോഗ് എന്ത് ചെയ്തു, അവൻ്റെ കാല് വെള്ളത്തിൽ പതിയെ മുക്കിയില്ലേ. വാവ് ഹൗ കൂൾ. അപ്പോൾ അവൻ പറയാം, എന്തൊരു തണുപ്പ് എന്ന് നമ്മുടെ സോഗ് പറയാണ് അല്ലേ. ഓൾ ഓഫ് ദം പ്ലേഡ് ഇൻ ദി റിവർ ഫോർ എ ലോങ് ടൈം. അവരെല്ലാവരും എന്ത് ചെയ്തു, വെള്ളത്തിൽ ഒരുപാട് നേരം കളിച്ചു. ഹോ നോ, മൈ വാച്ച് ഈസ് ലോസ്റ്റ്, ഐ കാൺട്ട് ഫ്ലൈ ദി സ്പേസ് ഷിപ്പ് വിത്തൗട്ട് ഇറ്റ് അല്ലേ. അങ്ങനെ അവർ കുളിയെല്ലാം കഴിഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറിയ സമയത്താണ് എന്ത് സംഭവിച്ചത് മക്കളെ, നമ്മുടെ സോഗിൻ്റെ വാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവൻ പറയാണ്, ഐ കാൺട്ട് ഫ്ലൈ ദി സ്പേസ് ഷിപ്പ് വിത്തൗട്ട് ഇറ്റ് അല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതില്ലാതെ, ആ വാച്ച് ഇല്ലാതെ സ്പേസ് ഷിപ്പ് ഫ്ലൈ ചെയ്യാൻ കഴിയില്ല അല്ലേ, പറത്താനായിട്ട് കഴിയില്ല എന്ന് അവൻ ആര് പറയാണ്, നമ്മുടെ സോഗ് പറയാണ് അല്ലേ. അപ്പം നമ്മുടെ ലക്കി പറയാണ്, ഡോണ്ട് വെറി സോഗ്, ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. നീ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടെത്താമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ലക്കി ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ, ദ മങ്കി ആൻഡ് ദി റാബിറ്റ് സെർച്ച്ഡ് ഇറ്റ് ഓൺ ദി റിവർ സൈഡ് അല്ലേ. നമ്മുടെ ലക്കി അത് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു, വെള്ളത്തിലോട്ട് ചാടി. നമ്മുടെ മങ്കിയും റാബിറ്റ് എന്ത് ചെയ്തു, അത് റിവർ സൈഡിലെല്ലാം അവർ വാച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ് സംഭവിച്ചത്, ഹിയർ ഈസ് യുവർ വാച്ച് അല്ലേ. നമ്മുടെ ലക്കി എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ ഒരു വെള്ളത്തിൽ നിന്ന് വാച്ച് എടുത്ത് കൊണ്ടുവന്നു അല്ലേ. എന്നിട്ട് അവൻ എന്ത് പറയാണ്, ഹിയർ ഈസ് യുവർ വാച്ച് അല്ലേ, നിൻ്റെ വാച്ച് ദാ ഇവിടെയുണ്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ സോഗ് എന്ത് പറയാണ്, താങ്ക് യു ഫ്രണ്ട്സ് അല്ലേ, കൂട്ടുകാരോടൊക്കെ അവന് നന്ദി പറഞ്ഞു. ഓക്കെ മക്കളെ, പിന്നീട് എന്താ സംഭവിച്ചു നോക്കിയേ. സോഗ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് നിയർ ദി സ്പേസ് ഷിപ്പ്. Zog touched his watch. The door opened. Bye friends. Zog got into the spaceship. Zoom. The spaceship soared up into the sky. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്, നമ്മുടെ സോഗും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇവിടെ വന്നു, നമ്മുടെ സ്പേസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. എന്നിട്ട് അവന് വാച്ച് ടച്ച് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അതിൻ്റെ ഡോറെല്ലാം ഓപ്പൺ ആയിട്ട് വന്നു. എന്നിട്ട് നമ്മുടെ സോഗ് എന്ത് ചെയ്തു, അതിൽ കയറി ഇരുന്നിട്ട് തിരിച്ച് അവന് ആകാശത്തോട്ട് ഉയർന്നു പോയി അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി അല്ലേ. അപ്പോൾ നല്ലൊരു സ്റ്റോറി ആയിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതായത് മാർക്ക് ടിക്ക് 4 ട്രൂ സെൻറ്റൻസ് ആൻഡ് ഇൻറ്റു 4 ഫാൾസ് സെൻറ്റൻസ് കേട്ടോ. നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമുക്കത് തന്നിട്ടുള്ളത്. അതിൽ ശരിയായ സെൻറ്റൻസിന് ടിക്ക് ഇടാനും തെറ്റായിട്ടുള്ള സെൻറ്റൻസിന് എന്ത് ചെയ്യാൻ ഇൻറ്റു ഇടാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. മിസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം കേട്ടോ. സോഗ് ഗോട്ട് ഹിസ് വാച്ച് ഫ്രം ദി റിവർ അല്ലേ. റിവറിൽ നിന്നാണ് സോഗിന് എന്ത് കിട്ടിയിട്ടുള്ളത്, അവൻ്റെ വാച്ച് കിട്ടിയിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ മക്കളെ, നമ്മളിപ്പോൾ സ്റ്റോറി വായിച്ചതാണല്ലോ, അപ്പോൾ കൂട്ടുകാർക്ക് അറിയണ്ടായിരിക്കും, മക്കൾ പറയാം കേട്ടോ. ആൻ ഏലിയൻ ഫെൽ ഡൗൺ ഫ്രം ദി സ്കൈ. ആകാശത്ത് നിന്ന് ഒരു ഏലിയൻ എന്ത് ചെയ്തു, താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ മക്കളെ, ഏലിയൻ ആകാശത്ത് നിന്ന് വീണതാണോ,
ആലോചിച്ച് നോക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ മങ്കി ആൻഡ് ദി റാബിറ്റ് ഹിയർഡ് എ ലൗഡ് നോയ്സ് അല്ലേ. മങ്കിയും റാബിറ്റും എന്ത് ചെയ്തു, ഒരു ലൗഡ് നല്ല ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. ദ നെക്സ്റ്റ് നോക്കിക്കേ. സോക്ക് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദി മങ്കി അല്ലേ. മങ്കിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സോഗ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ശരിയാണെങ്കിൽ അവിടെ സ്റ്റിക്ക് ഇടുക കേട്ടോ മക്കളെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. സോഗ് വാണ്ടഡ് ടു സീ ലക്കി. സോഗിന് നമ്മുടെ ലക്കി ആയിരുന്നു കാണേണ്ടിയിരുന്നത്. നെക്സ്റ്റ് വൺ. സോഗ് ഹീൽഡ് ദി ഈഗിൾസ് വൂണ്ട്. നമ്മുടെ ഈഗിൾസിന് അല്ലേ, ഈഗിളിന് എന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു, മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ സുഖപ്പെടുത്തിയതാ നമ്മുടെ സോഗാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ അതിന് ടിക്ക് ഇടുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പുതിയൊരു യൂണിറ്റ്, നമ്മുടെ റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ മക്കളെ, അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വേഗം നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആപ്പിലായിരിക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. കൂട്ടുകാർക്ക് ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ടും മക്കൾ പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം സ്പെഷ്യൽ ബാച്ചിലോട്ട് മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.